മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തൊടുമ്പോൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഗതിവേഗത്തെ വർദ്ധിപ്പിക്കുവാനും അതിലൂടെ നമ്മുടെ ശക്തിയൊക്കെ നമ്മുടെ കാഴ്ച, കേൾവി ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാകും എന്നൊരു അറിവിൽ നിന്നാണ് ഇതൊരു ശാസ്ത്രമായി രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇത് തുടങ്ങുന്ന സമയത്ത് അതായിരുന്നില്ല. പകരം നേരിട്ട് വെല്ലുവിളികളും വലിയ കുഴപ്പങ്ങളും ഒക്കെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. നമുക്ക് ഫോൺ വിളി എടുക്കാൻ പറ്റുകയായിരുന്നു. അത്തരത്തിലുള്ള തെറിവിളിയൊക്കെ ഞാൻ ഭംഗിയായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ചെയ്ത 1-2 പേരുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിരവധി ഭീഷണികളെയൊക്കെ നേരിട്ടിട്ടുണ്ട്. അയാളുടെ കേൾവിക്കും കാഴ്ചയ്ക്കും അപ്പുറത്തുള്ള ബോധം, അയാളൊരു സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിലും അധസ്ഥിതനാണെന്ന് പറയാവുന്ന ജാതിയിൽപ്പെടുന്ന ആളാണ്. പക്ഷെ അയാളുടെ മഹത്വം വളരെ വലുതാണ്. അത് ഈ ആളുകളുടെ വിചാരം, ജാതി കൊണ്ട് ബ്രാഹ്മണരായിട്ടുള്ളവർ അവരെല്ലാം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണെന്നാണ് ആളുകൾ ഇന്നും പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. നമസ്കാരം, ഇൻഫോ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മന്ത്രവിദ്യ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി സമുദായങ്ങൾക്ക് മാത്രം കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മന്ത്രം പഠിച്ച അല്ലെങ്കിൽ വേദം പഠിച്ച, ശാസ്ത്രം പഠിച്ച എല്ലാ ആളുകൾക്കും മന്ത്രം ചെയ്യാം അല്ലെങ്കിൽ പൂജ ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു നവോത്ഥാന ശില്പി എന്ന് വേണമെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ ഒരു നവോത്ഥാന ശില്പി എന്ന തരത്തിലേക്ക് വരെ നമുക്ക് എടുത്ത് ഉയർത്താവുന്ന തരത്തിലുള്ള മാനസികമായ വികാസം പ്രാപിച്ച ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത്. ബ്രഹ്മശ്രീ TDP നമ്പൂതിരി. നമസ്കാരം സർ. നമസ്കാരം. അങ്ങ് കാലങ്ങളായി ഈ മന്ത്രവിദ്യ പഠിപ്പിക്കുന്നുണ്ട്. നമ്പൂതിരി സമുദായം അല്ലാത്ത ആളുകളെ, നമ്പൂതിരി സമുദായം എന്നല്ല, ബ്രാഹ്മണ സമുദായം എന്നാണ്. അല്ല, അതിൽ ബ്രാഹ്മണരുണ്ട്. ബ്രാഹ്മണരല്ല, നമ്പൂതിരി, ഭട്ടതിരി, മൂസതകള, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഞാൻ ചേർത്ത മൊത്തത്തിൽ ബ്രാഹ്മണര് എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയാൻ ഞാൻ അങ്ങ് പറയാഞ്ഞത് പറയാമോ? അതുകൊണ്ടാണ് നമ്പൂതിരി സമുദായം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പൂതിരി ഇത്യാദി സമുദായങ്ങളെ, അതായത് ഒരു കാലഘട്ടത്തിൽ ഇത് കൽപ്പിച്ചു കൊടുത്തിരുന്ന ആ സമുദായത്തിനല്ലാതെ മന്ത്രം പഠിച്ച എല്ലാവർക്കും ഇത് ചെയ്യാം എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങ് കൊണ്ട് എത്തിക്കാനുള്ള ഒരു മാനസികമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ ആളുകളുടെ വിചാരം, ജാതി കൊണ്ട് ബ്രാഹ്മണരായിട്ടുള്ളവർ അവരെല്ലാം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണെന്നാണ് ആളുകൾ ഇന്നും പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതുപോലെ എൻ്റെ ചെറുപ്പകാലത്ത് വളരെ പട്ടിണിയുള്ള കാലമായിരുന്നു. അപ്പോൾ അച്ഛന് ഈ ചെറ്റുകുളങ്ങര മേശാന്തിയായിരിക്കുമ്പോഴാണ്, ആ കാലഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 6 വയസ്സുള്ളപ്പോഴാണ് മരണപ്പെടുന്നത്. അപ്പോൾ അന്ന് മരണപ്പെടുമ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ വീടിന് ചുറ്റും കടമാണ്, സാമ്പത്തികമായി വലിയ ബാധ്യതയാണ്. അപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊരു 6 മക്കളുണ്ട്. അമ്മ അന്നത്തെ കാലഘട്ടത്തിൽ പുറത്ത് ജോലിക്ക് പോകുന്ന ഒരാളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൂടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പട്ടിണി എന്ന് പറയുന്ന സാധനം ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ പട്ടിണി ഉള്ളപ്പോൾ ഞങ്ങളുടെ ഈ വീടിൻ്റെ ചുറ്റും ഒരു 60 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ഒരാൾക്ക് ഒറ്റ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ബാലൻ തെട്ടാർ എന്ന് പറയുന്ന ഒരു അന്നത്തെ കാലത്ത് അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരാൾക്ക് ഒറ്റ കൊടുത്തിരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒറ്റ കൊടുക്കാന്ന് വെച്ചാൽ അയാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അയാൾക്ക് ഭൂമി കൊടുത്തിരിക്കുകയാണ്. അയാൾ കൃഷി ചെയ്യുന്നു, അവിടുത്തെ വരുമാനം എടുക്കുന്നു, തേങ്ങ എടുക്കുന്നു, ചീനി എടുക്കുന്നു, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് അവിടെ ജോലി ചെയ്യാൻ വരുന്ന ബാലൻ തെട്ടാറുടെ ജോലിക്കാരന് ഇവിടെ ഈ പ്രായമായ ഒരു അമ്മയും കുറച്ച് മക്കളും അവർക്ക് പട്ടിണിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അയാൾ ചെവിയേക്കാത്ത ആളാണ്, പൊട്ടനെന്നാണ് വിളിക്കുന്നത്. അയാളുടെ കേൾവിക്കും കാഴ്ചയ്ക്കും അപ്പുറത്തുള്ള ബോധം, അയാളൊരു സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിലും അധസ്ഥിതനാണെന്ന് പറയാവുന്ന ജാതിയിൽപ്പെടുന്ന ആളാണ്. പക്ഷെ അയാളുടെ മഹത്വം വളരെ വലുതാണ്. അയാളാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം.
ഇവിടെ പട്ടിണിയാണെന്നും ബോധ്യപ്പെട്ടുള്ളത് കൊണ്ട് ബാലം തട്ടാരുടെ ചീനി പറിക്കാൻ വരുന്ന അയാള് അതിനകത്തിലെ മുഴുത്ത ചീനി പറിച്ചുകൊണ്ട് പോവുകയും അതിനകത്തിലെ ചെറിയ ചീനിയൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. അതുകൂടെ വേണേൽ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അയാൾക്ക് ബോധ്യമുണ്ട് ഇവർ പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ അതിലെ സാധനമൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതൊക്കെ കഴിച്ച് വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അയാൾക്ക് തൻ്റെ സഹജീവികളായിട്ടുള്ളവരെ പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് ജാതിയൊന്നും തോന്നിയില്ലല്ലോ. അയാൾക്ക് ഇവർ ബ്രാഹ്മണരാണ് എന്ന് പറയുന്ന ഒരു നീചത്വ ബോധമൊന്നും അയാൾക്കില്ലായിരുന്നു. അയാളുടെ സ്നേഹത്തോടുകൂടിയാണ് കണ്ടത്. അതിൽ നിന്നാണ് ബോധ്യപ്പെട്ടത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആളുകൾക്ക് അവരെല്ലാം ഒന്നാണ്. ഒപ്പം ഞാൻ പഠിച്ചത് പൂജയും തന്ത്രവിദ്യയും ഒക്കെയാണ്. അതിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ആരെ നശിപ്പിക്കാനാണ്. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പ്രകൃതിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തന്ത്രശാസ്ത്രം ഉള്ളത്. അവന്റെ വളർച്ചയാണ്, ഒരു മനുഷ്യന്റെ വളർച്ചയാണ് ഇതിനകത്തൂടെ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ വളർച്ചയും ഐശ്വര്യവും അഭിവൃദ്ധിയുമാണ്. അവിടെ ജാതിയോ മതമോ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നത് ഹിന്ദു മതത്തിലായതുകൊണ്ടും അത് നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ഞാൻ ഹിന്ദുവിനെ പഠിപ്പിക്കുകയുള്ളൂ. അതുമാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ അംഗീകാരമുള്ളത് കൊണ്ടും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അതിലൂടെയാണ് മനുഷ്യനെന്ന് പറയുന്ന ആളിന് മറ്റു വ്യത്യാസങ്ങളിൽ നിന്നും അവനിൽ ഓടുന്നതെല്ലാം ഒരേ രക്തമാണെന്നും ഒരേ വിശപ്പാണെന്നും ബോധ്യപ്പെട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാവരെയും പഠിപ്പിക്കുന്നതിനുള്ള കാരണം. തികച്ചും മാനവികമായ ചിന്ത, എന്റെ അനുഭവം. അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും അല്ലെങ്കിൽ ആരെന്ത് പേര് വിളിച്ചാലും എനിക്ക് അതിനകത്തൊന്നുമില്ല. അനുഭവത്തിൽ നിന്ന് അത്രയോ ഉള്ളൂ. അപ്പൊ അങ്ങ് ഈ അതായത് നമ്മൾ പറയുന്ന ബ്രാഹ്മണരല്ലാത്ത, ഇപ്പൊ നമ്മൾ പറയുന്ന ബ്രാഹ്മണരല്ലാത്തവരെയും അബ്രാഹ്മണരെയും ബ്രാഹ്മണരാക്കാനുള്ള ഒരു രീതിയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടായിരുന്നു? അതിപ്പോൾ ഞാൻ എൻ്റെ അമ്മ കുറച്ച് നാൾ മുമ്പ് മരിച്ചു, 2 വർഷം മുമ്പാണ് മരിച്ചത്. അപ്പോൾ അന്ന് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. എന്നെ ഈ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ സാമുദായികമായ ചടങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തരമുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ ഉപനയനം തുടങ്ങിയിട്ടുള്ള പല ചടങ്ങുകളിലും ഇവരെന്നെ വിളിക്കാറില്ലെന്നുള്ള തിരിച്ചറിഞ്ഞപ്പോഴാണ് അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞു തോന്നുന്നു. എന്നാൽ ഇത് തുടങ്ങുന്ന സമയത്ത് അതായിരുന്നില്ല. പകരം നേരിട്ട് വെല്ലുവിളികളും വലിയ കുഴപ്പങ്ങളും ഒക്കെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. നമുക്ക് ഫോൺ വിളി എടുക്കാൻ പറ്റുകയായിരുന്നു. അത്തരത്തിലുള്ള തെറിവിളിയൊക്കെ ഞാൻ ഭംഗിയായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ചെയ്ത 1-2 പേരുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിരവധി ഭീഷണികളെയൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതല്ല. ഇപ്പം ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ 41 സ്ഥാപനങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഈ 41 സ്ഥാപനങ്ങളെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 10-12 സ്ഥാപനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പഠിച്ചു പാസ്സാവുന്നവർക്കും ഇവിടുന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആ സർട്ടിഫിക്കറ്റുകൾ അനുസരിച്ച് മാത്രമേ ദേവസ്വം ബോർഡ്, PSC പോലെ സ്ഥാപനമാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. അവിടെ സെലക്ഷൻ കിട്ടി ശാന്തിയാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ചു പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ആ നിലയിലേക്ക് ഒരു മാറ്റം വന്നു. അത് കഴിഞ്ഞ ഒരു 10-22 വർഷമായിട്ടുണ്ടായ മാറ്റമാണ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയത് അല്ലേ? 100%. കാരണം അന്ന് ആരും പ്രതീക്ഷിക്കാത്ത, ആരും ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് വന്നത് വലിയ പരീക്ഷണം തന്നെയായിരുന്നു. ഇപ്പോൾ മൊത്തം എത്ര പേര് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അതിന് കണക്കൊന്നും എൻ്റെ ഇല്ല. ഒരുപക്ഷെ പരിശോധിച്ചാൽ നമ്മുടെ റെക്കോർഡുകളിലുണ്ടാകും. കാരണം എല്ലാ പ്രാവശ്യവും അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന് ഫോമുകളും മറ്റു നടപടികളും ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പറയുന്നതിന് മുമ്പ് തന്നെ, അതായത് 2003 മുതൽ തന്നെ ആ തരത്തിലൊരു സംവിധാനത്തിലേക്ക് വന്നു. മന്ത്രവിദ്യാപീഠം എന്ന് പറയുന്ന പേരിൽ വന്നു. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് മന്ത്രമാണ്, തന്ത്രവും അതിൽ വരുന്നതാണ്. പിന്നെ തന്ത്രവും വേദവുമായിട്ട് ബന്ധമില്ല. ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഇതിന് വേദവുമായിട്ട് ബന്ധമൊന്നുമില്ല. തന്ത്രം വേറൊരു തലമാണ്. ആ തന്ത്രത്തിൽ ചില മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വേദമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പുരുഷസൂക്തം, ഭാഗ്യസൂക്തം തുടങ്ങിയുള്ള സൂക്തങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തന്ത്രവും പലരുടെയും വിചാരം തന്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദമാണ്. വേദവുമായിട്ട് അതിന് വലിയ ബന്ധമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് വേദങ്ങളിൽ പറയുന്ന മന്ത്രങ്ങളല്ല പഠിപ്പിക്കുന്നത്. തന്ത്രം വേറിട്ട തലമാണ്. അത് പിന്നീട് വന്നതാണോ? അത് ഇതിന് വേണ്ടിയിട്ട് അതായത് വേദങ്ങളിൽ നിന്ന് എടുത്ത മന്ത്രങ്ങൾ? വേദങ്ങളിൽ നിന്ന് എടുത്ത മന്ത്രമല്ല. ഇപ്പൊ ക്ലീം, ഹ്രീം, രം എന്നൊക്കെ പറയുന്നത് ചെറിയ മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾക്ക് വേദവുമായിട്ട് കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. അതായത് മനുഷ്യന്റെ ശരീരത്തിൽ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തൊടുമ്പോൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഗതിവേഗത്തെ വർദ്ധിപ്പിക്കുവാനും അതിലൂടെ
നമ്മുടെ ശക്തിയൊക്കെ നമ്മുടെ കാഴ്ച, കേൾവി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നു എന്നൊരു അറിവിൽ നിന്നാണ് ഇതൊരു ശാസ്ത്രമായി രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയ രൂപം പറഞ്ഞുള്ളൂ, വിശാല തലത്തിൽ. മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ്. ആ മോക്ഷത്തിലേക്ക് എത്താൻ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് തന്ത്രശാസ്ത്രം. അപ്പം ഞാനതാണ് ചോദിക്കാൻ വന്നത്, ഈ മനത്രാണീതി മന്ത്രം എന്നൊരു വാക്കുണ്ട്. അപ്പം ഈ മനസ്സിനെ ത്രാണനം ചെയ്യുന്ന എന്താണ് മന്ത്രം? അപ്പം ഇത് കണ്ടുപിടിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള, അപ്പം ഉദാഹരണത്തിന് അങ്ങ് പറഞ്ഞ പോലെ ഓം ഹ്രീം ക്ലീം ഐ എന്നൊക്കെയുള്ള ബീജമന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന് ശക്തി ഉണ്ടെന്ന് എത്തരത്തിലാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത്? ഋഷീശ്വരന്മാരാണ് കണ്ടെത്തിയിട്ടുള്ളത്. അല്ല, അതിന് ശാസ്ത്രീയത ഏതെങ്കിലും വശമുണ്ടോ? മനുഷ്യന്റെ അനുഭവങ്ങളാണ് ശാസ്ത്രം. ഇപ്പൊ നമ്മള് ഡോക്ടറെ അടുത്ത് പോയി നമ്മുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിന് എടുക്കുന്നു. അതൊക്കെ തെളിയിക്കുന്നത് എങ്ങനെയാണ്? ശരിക്കും തെളിയിക്കപ്പെടുന്നത് അവൻ രോഗം മാറുമ്പോഴാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇത്. മനുഷ്യനിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. ആ അനുഭവങ്ങളിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. അല്ല ആധുനിക ശാസ്ത്രത്തിന്റെ, ഇപ്പോൾ നമ്മൾ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് തെളിയിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുന്നതാണ് ഏറ്റവും വലിയ തെളിവ്. അനുഭവമാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് നമ്മൾ അധസ്ഥിതർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ നമ്മുടെ അടുത്ത ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വിവാദമാകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, അവിടെ കീഴ്ശാന്തിയെ നിയമിക്കുകയും ആ കീഴ്ശാന്തിയെ അവിടുന്ന് തുരത്താനുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിനെതിരെ അങ്ങ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്? ഇവിടെ പഠിച്ച ഒരാളുണ്ട്. ആ പഠിച്ച ഒരാൾ ആറന്മുള അമ്പലത്തിൽ കിശാന്തിയായിട്ടല്ല, ചന്ദനറിക്കും ശാന്തിയായിട്ട് ചെന്നപ്പോൾ തന്നെ ഈ വിഷയം ഉണ്ടായതാണ്. അന്ന് പ്രതികരിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചാണ്. പ്രതികരിക്കുക, പ്രകടനം എന്ത് ചെയ്യാൻ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ തയ്യാറുള്ള ആളാണ്. ചെയ്തിട്ടുണ്ട്, നിയമപരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങ് ഈ മന്ത്രവിദ്യാപീഠം എന്ന് പറയുന്ന സ്ഥാപനം ഏത് വർഷമാണ് തുടങ്ങിയത്? ഒരു സ്ഥാപനം എന്നുള്ള നിലയിലേക്ക് വരുന്നത് 2003-ലാണ്. ഏകദേശം 2000 മുതൽ തന്നെ ആളുകളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യവസ്ഥാപിതമായ രീതിയിൽ പഠിപ്പിക്കുന്ന ആളാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ 7 വർഷത്തെയും ഒക്കെ വലിയ കോഴ്സുകളുണ്ട്. അവിടെ ഒരു തന്ത്രിയാവാനുള്ള യോഗ്യതയുള്ള കോഴ്സാണ് നടക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് തന്ത്രി, മറ്റൊന്ന് മേൽശാന്തി. ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി ആകുവാൻ ആ ക്ഷേത്രത്തിലെ ദേവതയുടെ നിത്യപൂജാക്രമങ്ങളും ഉത്സവാദി അടിയന്തരങ്ങളും വരെ അറിഞ്ഞാൽ മതി. അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിന് മേലുള്ളതും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടുതലായി പഠിപ്പിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാവാൻ അവിടുത്തെ നിത്യകാര്യങ്ങൾ മുതൽ ഉത്സവാദി അടിയന്തരങ്ങൾ വരെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് പറയുന്നത്. മറ്റു സ്ഥലത്ത് കോഴ്സുകളുണ്ട്, 7 വർഷത്തെ കോഴ്സുണ്ട്. 7 വർഷം കൊണ്ട് പഠിച്ച് ഇറങ്ങിയാലും അയാൾക്ക് തന്ത്രിയാവാൻ പറ്റില്ല. അതിപ്പോഴത്തെ സാഹചര്യത്തിലും പറ്റത്തില്ല. കാരണം അതിന് ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള പിൻബലം വേണം. പാരമ്പര്യം എന്ന് പറയുന്നത് ജാതി കൊണ്ടുള്ള പാരമ്പര്യമല്ല. അച്ഛൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ അപ്പൂപ്പൻ ആരെങ്കിലും ആ തരത്തിലുള്ള ഒരു ബന്ധമുള്ള രീതിയിൽ വന്നാൽ മാത്രമേ ആ പിൻബലത്തിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇയാൾ ഡെവലപ്പ് ചെയ്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ 7 വർഷം പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്ത്രിയുടെ അസിസ്റ്റന്റ് ആവാനേ പറ്റുള്ളൂ. ഇവിടെ പഠിച്ച് പാസ്സായാൽ അവന് മേശാന്തി ആവാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അത്രയ്ക്ക് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പരിശീലനം ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഇവിടെ ഒരു ദുർഗാക്ഷേത്രമുണ്ട്, 1-2 ഉപദേവതകളുണ്ട്. ഈ പരിസരത്ത് ഒരു 7ഓളം ക്ഷേത്രങ്ങൾ, ദുർഗ, ഗണപതി, സുബ്രഹ്മണ്യൻ, ശിവൻ, ശാസ്താവ്, വിഷ്ണു, ഭദ്രകാളി, ഇത്രയും ദേവതകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ പഠിച്ചവരോ ഇവിടെയുമായി ബന്ധമുള്ളവരുമാണ് ശാന്തിക്കാരായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ പഠിച്ച് ഏകദേശം അവസാന ഘട്ടമെത്തി. 6 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ അവരൊരു ക്ഷേത്രം അവരെടുത്ത് അവർ 4 പേരാണ് ഇപ്പോൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നത്. ആ താമസിച്ച് പഠിക്കുന്നവർ അടുത്തുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമായിട്ട് എടുത്ത് അവർ പോയി വന്ന് അത് കൈകാര്യം ചെയ്യും. 4 പേര് ചേർന്നിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഒരു ന്യായമായ ഒരു 20,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് അവർ, പ്ലസ് അവിടെ വരുമാനമുണ്ട്. അപ്പോൾ ഇവർ 6 മാസം അതിന് ശേഷം പിന്നീടുള്ള 6 മാസത്തേക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കാലയളവിൽ അവർക്ക് ഫീസ് തരാൻ അവരുടെ വീട്ടിൽ നിന്ന് വേണ്ട ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അല്ലാതെ ഇവിടെ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കാനും പരിശീലിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ട്. ഒരു ക്ഷേത്ര തന്ത്രി അല്ലെങ്കിൽ ശാന്തിയാകാൻ എത്ര നാള് പഠിക്കേണ്ടി വരും? 1 വർഷത്തെ ഒരു പരിചയമുണ്ടെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. മണ്ടനാണെങ്കിൽ ഒരു രക്ഷയില്ല. മണ്ടന്മാരോട് പഠിച്ചിട്ടുണ്ട്, അക്ഷരം അറിയാത്തവൻ വരാറുണ്ട്. പക്ഷെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരം അറിയാത്തവനെ നമ്മൾ കൊണ്ടുപോയി അക്ഷരം പഠിപ്പിക്കണം. ഒരു പക്ഷേ ആശാന്റെ അടുത്ത് വിടേണ്ടി വരും. കാരണം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചിട്ട് വരുന്നത്. അവൻ അക്ഷരം അറിയത്തില്ല. ഇവിടെ
നമുക്ക് ഈ 51 അക്ഷരങ്ങളും പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ലിപിന്യാസം എന്ന് പറഞ്ഞൊരു ന്യാസമുണ്ട്. ആ ലിപിന്യാസത്തിൽ 51 അക്ഷരങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യസിക്കുന്നതാണ്. അത് പഠിക്കണമെങ്കിൽ അക്ഷരം അറിയണം. പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടിയെ അവൻ ആദ്യം നമ്മൾ പഠിപ്പിക്കാൻ വിടേണ്ടത് മലയാള അക്ഷരമാണ്, അല്ലെങ്കിൽ സംസ്കൃതത്തിലെ അക്ഷരമാണ്. സംസ്കൃതം പഠിക്കണം. പഠിപ്പിക്കുന്നതിന് ഇവിടെ അധ്യാപനമുണ്ട്. സാറ് പ്രൊഫസറുണ്ട്, റിട്ടയർഡ് പ്രൊഫസറാണ് പ്രസാദ് സാറ്, അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഈ ദേവനാഗരിക ലിപിയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. ഈ സംസ്കൃതം ഉണ്ടായ കാലഘട്ടത്തിൽ 10,000 വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആദിമ ഭാഷ സംസ്കൃതം തന്നെയായിരുന്നു. അതിനിപ്പോൾ ഒരു തർക്കം നടക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള, ഈ പഴയ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള അറിവും കാര്യങ്ങളും ഞാൻ അത്തരം ഈ വിവാദ വിഷയങ്ങളിൽ ചെന്ന് തലയിടാറില്ല. വിവാദ വിഷയങ്ങളിൽ മാത്രമല്ല, സാധാരണ വരുന്നത് പോലെ രാഷ്ട്രീയക്കാരെ പോലെ ഈ മുന്നിലേക്ക് വരുന്ന ഒരു പ്രകൃതമില്ല. ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയുമായി മുന്നോട്ട് പോകുന്നു. അതായത് സൈഡിൽ കൂടെ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല പരിചയവും സൗഹൃദം, അത്യാവശ്യം നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പോകുന്നത്. അവർക്ക് നമ്മളെ വേണം, നമുക്ക് അവരെ പലപ്പോഴും ആവശ്യം വരും. നമ്മുടെ കൂടെ 2 പ്രാവശ്യം നമ്മുടെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ ആദ്യം 2016 5 പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്തി. അവർക്ക് 3 പവൻ സ്വർണവും വസ്ത്രവും അന്നദാനവും കൊടുത്ത് നമ്മൾ ഭംഗിയായിട്ട് നടത്തി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത്. അതിനുശേഷം 2018 2 പെൺകുട്ടികളുടെ വിവാഹം നടത്തി. അതൊക്കെ ഇവിടെ പഠിച്ചു പോയ ശിഷ്യന്മാര് അവർ വർഷത്തിലൊരിക്കൽ വന്ന് സമർപ്പിക്കുന്ന ഒരു ദക്ഷിണയാണ്. ആ ദക്ഷിണയും അതിൻ്റെ കൂടെ വേണ്ട സപ്പോർട്ടൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഇവിടെ പഠിച്ചവർക്ക് തന്നെ ക്യാൻസർ വന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇവരൊക്കെ തന്ന, അല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനും വീട്ടിലൊന്നും പ്രത്യേകിച്ചില്ലായിരുന്നു, അവിടെ നല്ല നല്ല പട്ടിണിയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ കൊണ്ടുതന്ന സാധനങ്ങൾ ഞാൻ അവർക്ക് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നു. അപ്പം അങ്ങ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പറ്റുന്ന പോലെ ചെയ്യുന്നു.